യോഗം ജനറൽ സെക്രട്ടറിയുടെ നിലപാട് ഭക്തർക്ക് അനുകൂലമായിരുന്നില്ല. തെറ്റാണത്, അത് ഒരിക്കലും ഒരു കാരണവശാലും സ്ത്രീകൾ അവിടെ പോകരുത്. അന്ന് രാത്രി കൊണ്ടുപോയി ഇവരെ കയറ്റുന്നത് നമുക്കറിയില്ല. മോദിജി സെൻട്രലിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇങ്ങനെ അഭിപ്രായം അച്ഛനുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് അമിത്ഭായ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നത്. അദ്ദേഹത്തെ കൂടെ നട്ടലുള്ള ഒരു മിനിസ്റ്റർ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇന്ത്യക്ക്. കാര്യം എടുത്ത സ്റ്റാൻഡുകൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തില്ലേ. ടെററിസം നടത്തി രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കുള്ളവനാണല്ലോ അടുത്ത രാജ്യത്തേക്ക് ചാടാൻ നോക്കുന്നത്. അതിനങ്ങനെ ഈസി ആയിട്ട് പേപ്പർ കൊടുക്കേണ്ടതല്ലേ പറഞ്ഞുള്ളൂ. അതിനെന്താ കുഴപ്പമുള്ളത്? മീഡിയ വൺ കാര്യത്തിൽ പറയുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെ ചെന്ന് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്ന് പറയട്ടെ അവരൊന്നും. കാര്യം ലവ് ജിഹാദി ഇവിടെ നിലനിൽക്കുന്നുള്ള സത്യാവസ്ഥയാണ്. എന്നെ സംബന്ധിച്ചോളം ഈ തീവ്രവാദികളുടെ വോട്ട് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടാണ് ഈ പറയുന്നത്. നമസ്കാരം. തുഷാർ വെള്ളാപ്പള്ളിയുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. SNDP പ്രസ്ഥാനത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി നടേശൻ്റെയും തുഷാറിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യം ചർച്ച ചെയ്തെങ്കിൽ അല്പം രാഷ്ട്രീയത്തിലേക്ക് പോകാം. അങ്ങ് രാഷ്ട്രീയക്കാരനാകാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? BDJS തുടങ്ങാനുള്ള കാരണം എന്താണ്? അന്ന് പ്രത്യേക സാഹചര്യത്തിൽ അവിടുത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവരും എല്ലാം ഈ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ഒരു ഐക്യത്തോടു കൂടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവണമെന്നുള്ള പൊതുവേ ഒരു അഭിപ്രായത്തിൻ്റെ ബേസിസിലാണ് BDJS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി. അത് NSSുമായിട്ടും ആലോചിച്ചായിരുന്നോ? NSSൽ ഒരുപാട് ആളുകൾ അതിനോടൊപ്പം ജോയിൻ ചെയ്തിരുന്നു. NSS ജനറൽ സെക്രട്ടറി നേരിട്ട് അതിനകത്ത് ബന്ധപ്പെട്ടില്ല എന്ന് മാത്രം. എന്നിട്ട് അങ്ങനെ ഒരു സാഹചര്യം എന്താണ്? അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രീയ പാർട്ടി എന്നായിരുന്നോ? അല്ല, ഹിന്ദു രാഷ്ട്രീയ പൊതുവേ സാമൂഹ്യ നീതി, അതായത് കേരളം സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മാറി വന്ന സർക്കാരുകളൊന്നും ഒരു സാമൂഹ്യ നീതി നടപ്പിലാക്കിയിട്ടില്ല. ഏതാണെങ്കിലും ജനസംഖ്യാനുപാതം ഞങ്ങളൊരു സമുദായത്തിനും എതിരല്ല. എല്ലാ സമുദായത്തിനും കിട്ടേണ്ട നീതി, ഇപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ കിട്ടേണ്ട മുസ്ലിം സഹോദരങ്ങൾക്കും ക്രിസ്ത്യൻ സഹോദരങ്ങൾ കിട്ടേണ്ട അവർക്കും ജനസംഖ്യാനുപാതികമായി വിഭവങ്ങൾ വിഭജിക്കുമ്പോൾ നൽകണമെന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം. അത് പക്ഷേ ഒരിക്കൽ പോലും ഇവിടെ നടപ്പിലായിട്ടില്ല. അതിനൊരു ഒരു ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ടൊരു ഫോഴ്സ് ഉണ്ടായില്ല എങ്കിൽ നാളെയും ഇത് തുടരും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് ഞങ്ങൾ അങ്ങനെ രൂപം കൊള്ളുകയും അത് NDAയോട് ജോയിൻ ചെയ്യുകയും ചെയ്തത്. 2016 ഇലക്ഷനിലാണ് നിങ്ങൾ ആദ്യം മത്സരിക്കുന്നത്. ഈ 2016 കടുത്ത പിണറായി വിരുദ്ധ CPM വിരുദ്ധ നിലപാടായിരുന്നു. പക്ഷേ അതിന് തുടക്കക്കാരനായ അച്ഛൻ പെട്ടെന്നങ്ങ് മാറുകയാണ്. ആ ഇലക്ഷൻ കഴിഞ്ഞ് ഇടതുപക്ഷ അധികാരത്തിൽ വന്നതോടുകൂടി അച്ഛൻ BDJSനെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് പിണറായിയോടൊപ്പം മാറുന്നൊരു കാഴ്ച കണ്ട് ജനങ്ങളെ വല്ലാതെ ഞെട്ടിപ്പോയി. യഥാർത്ഥത്തിൽ അത് SNDP യോഗം ജനറൽ സെക്രട്ടറി ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടികളേക്കാൾ ഉപരിയായിട്ട് നിൽക്കേണ്ട ഒരാളാണല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ആ ഒരു സമയത്ത് ജനറൽ സെക്രട്ടറി BDJSകാരനായിട്ടല്ല, BDJSനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പലതും ചെയ്തു തന്നിട്ടുണ്ട്. അദ്ദേഹം 2-3 ക്യാമ്പയിൻ, ഒരുപാട് പ്രസംഗങ്ങളിൽ 3-4 മീറ്റിങ്ങുകളിൽ പുള്ളി അദ്ദേഹം അത്രേ ഉള്ളൂ 3-4 മീറ്റിങ്ങിൽ പങ്കെടുത്തുള്ളൂ. അമ്മയാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. അമ്മ ഇപ്പോഴും സജീവമായിട്ട് പൊളിറ്റിക്സിലുണ്ട്, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവേ സംഘടനയ്ക്കകത്ത് SNDP യോഗത്തിനകത്ത് തന്നെ ഒരു അഭിപ്രായം എല്ലാവരും കൂടെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ജനറൽ സെക്രട്ടറി നിഷ്പക്ഷമായി നിൽക്കുന്നതാണ് അതിൻ്റെ ഉചിതം. കാരണം അത് പലതരത്തിൽ സമുദായത്തിലുള്ള, കാരണം ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, PDP ഉണ്ട്, ഇല്ലാത്തതൊന്നുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതാണെന്ന് പൊതുവേ എല്ലാ യൂണിയൻ്റെ ഒക്കെ ഒരു എന്താ പറയുന്ന ഒരു ഉപദേശവും അവരുടെയൊക്കെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനറൽ സെക്രട്ടറി നിഷ്പക്ഷമായി നിൽക്കുക എന്നുള്ളൊരു സ്റ്റാൻഡിലേക്ക് മാറുകയുണ്ടായത്. നിഷ്പക്ഷമാണോ അതോ അദ്ദേഹം പിണറായി പക്ഷമാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം CM ചെയ്യുന്ന തെറ്റുകളും പുള്ളി തുറന്നു പറയാറുണ്ട് വല്ലപ്പോഴും. അല്ല, അത് കാര്യം അതല്ലാതെ അതിനപ്പുറത്തേക്ക് പറയേണ്ട കാര്യം കോൺഗ്രസിനെ കുറിച്ചാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ്, ആരെക്കുറിച്ച് പുള്ളി ഒരു നെഗറ്റീവായിട്ട് പോസിറ്റീവ് ആ സമയത്ത് പുള്ളി തോന്നുന്നത് പറയുന്നുള്ളതല്ലാതെ, റിയാലിറ്റി പറയുന്നുള്ളതല്ലാതെ ആർക്കും ഒരു സപ്പോർട്ടും ഒരു കാരണവശാലും പുള്ളി ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പൊക്കെ സമയമാകുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രഖ്യാപനം നടത്താറുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഒന്നും പുള്ളി പറയാറില്ല. കാരണം ഇപ്പോൾ ഇപ്രാവശ്യം തന്നെ പറഞ്ഞത് ഇടതുപക്ഷ അധികാരത്തിൽ വരും, പിണറായി വരും, അവർ ജയിക്കും എന്നൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. കാരണം അവിടുത്തെ ആ ഫീലിംഗ് അതായിരുന്നല്ലോ. കാരണം ഇത് പബ്ലിക് പുള്ളി പറയുന്നത് വെച്ചാൽ ഈ ഏറ്റവും കൂടുതൽ കാര്യം മനസ്സിലാക്കണം. കാര്യം കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള പൾസ് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരാളാണ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് വെച്ചിട്ടാണ് പുള്ളി ചോദിക്കുന്ന സമയത്ത് മീഡിയ പോയി ചോദിക്കുക എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പുള്ളിയുടെ കണ്ടു. കാര്യം ഇവിടെ ഇപ്രാവശ്യം കോൺഗ്രസ് സീറ്റ് കുറയും, ഇവിടെ ഇവർക്ക് BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ LDFന് കുറച്ച് സീറ്റ് കൂടും, മുഴുവൻ സീറ്റ് അവർക്ക് കിട്ടത്തില്ല, ഇപ്പോൾ NDAക്ക് നല്ലോണം ശക്തമായിട്ട് മുമ്പോട്ട് പോവുകയാണ്, എങ്ങനെയൊക്കെ വരാൻ വേണ്ടി പോകുന്നുള്ളത് അത് ഇത് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ പറ്റൂ, ഇനി കുറേ ദിവസങ്ങളില്ലെന്ന് പുള്ളി പറഞ്ഞു. അതെ.
അത് എന്ത് തെറ്റുള്ള കാര്യം, അതിനപ്പുറത്തേക്ക് കാര്യം ഒരിക്കലും ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്തൊരു സ്റ്റാൻഡ് പുള്ളിക്കില്ല. അതാണ് റിയാലിറ്റി. അതോ അച്ഛൻ ഇടതുപക്ഷത്തിനൊപ്പം ആക്കി ഇവിടെ സേഫ് ആക്കുന്നു, മകൻ മോദിക്കൊപ്പം ചേർന്ന് അവിടെ സേഫ് ആക്കുന്നു എന്നുള്ള ആരോപണമാണോ? എന്തിൻ്റെ ആവശ്യം, എൻ്റെ ആവശ്യം എന്ത്? കാര്യം ഞങ്ങളാരും പിന്നെ എന്തെങ്കിലും ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നോ പ്രത്യേകിച്ച് ഔദാര്യം വാങ്ങിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ ഞങ്ങളാരും നിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം ആർക്കുമില്ല. ഇവിടെ ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചോളം ഇപ്പം നോർമലി SDP യോഗത്തിനെ സംബന്ധിച്ച് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പല കാര്യങ്ങളെല്ലാം നടക്കുന്നതും ഡെയിലി നമ്മൾ ബന്ധപ്പെടും, ജനറൽ സെക്രട്ടറി ബന്ധപ്പെടേണ്ടത് സ്റ്റേറ്റുമായിട്ടാണല്ലോ. അതിപ്പം കോൺഗ്രസ് വന്നാലും NDA വന്നാലും LDF വന്നാലും ഓട്ടോമാറ്റിക്കലി അത് എപ്പോഴും ജനറൽ സെക്രട്ടറിയുമായിട്ട് ഇരിക്കുന്ന ഭരണവുമായിട്ട് ഇപ്പോൾ NSS ആണെങ്കിലും SDP യോഗം ആണെങ്കിലും എപ്പോഴും ബന്ധപ്പെട്ടേ പറ്റൂ. കാരണം പല കാര്യങ്ങളും അവിടെ ഉണ്ടല്ലോ. BDJs പോലൊരു സംഘടന, ഒരു പ്രസ്ഥാനം, രാഷ്ട്രീയ പാർട്ടി NDAയുടെ ഭാഗമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ ശക്തിപ്പെടുത്തി പരമാവധി SNDPക്കാരുടെ വോട്ട് BJP മുന്നണിക്ക് കിട്ടാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം വാസ്തവത്തിൽ ജനറൽ സെക്രട്ടറി എടുക്കേണ്ടതല്ലേ? ജനറൽ സെക്രട്ടറി അങ്ങനെ ഒരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യം ജനറൽ സെക്രട്ടറി ഒരു ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള പൊതുവെയുള്ള എല്ലാവരുടെയും അഭിപ്രായത്തിനനുസരിച്ചാണ് നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഈ പറയുന്ന ഇപ്പം ഇതിനകത്ത് SNDP BDJs എന്ന് പറഞ്ഞാൽ SNDPക്കാർ മാത്രമൊന്നുമില്ല, എല്ലാവരും ഉണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളവരുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ NSS എന്നുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇവരെല്ലാവരും കൂടെയാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ സമുദായത്തിൻ്റെയും വോട്ട്, ഇപ്പം ഞാനിവിടെ കോട്ടയത്ത് നിന്ന് മത്സരിക്കുന്നു, കോട്ടയം സംബന്ധിച്ചുള്ള എല്ലാ സമുദായത്തിനും സപ്പോർട്ട് എനിക്കുണ്ട്, അവരുടെ എല്ലാ വോട്ടും എനിക്ക് കിട്ടുന്നുമുണ്ട്. അങ്ങ് SNDP യോഗത്തിൻ്റെ ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ എന്നാൽ പോലും SNDPക്കാർ ഭൂരിഭാഗവും ഇപ്പോഴും CPMനൊപ്പമാണ്. അത് ശരിക്കും അങ്ങയെ സംബന്ധിച്ചുള്ള ആ പാർട്ടി, അങ്ങയുടെ പാർട്ടിക്ക് അതൊരു ക്ഷീണമല്ലേ അത്? അല്ല, അത് നമുക്ക് മുഴുവൻ ആളിനെയും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ആർക്കെങ്കിലും നടന്നിട്ടുണ്ട് ഇന്നുവരെ. നമുക്ക് ഭൂരിഭാഗം CPMനൊപ്പമാണ്. അത് ഒരുപാട് കുറഞ്ഞില്ലേ? കാര്യം ഇതിനകത്ത് കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്രയും നാൾ 90% നിന്നിരുന്ന ആളുകളിൽ നിന്ന് അത് നേരെ 50%, 40%, 50%, 60%ത്തിലേക്ക് മാറിയല്ലോ. അത് ആ ഒരു വലിയ ചേഞ്ച് അല്ലേ അത്? ഞങ്ങളെ സംബന്ധിച്ചോളം ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ 2016 മത്സരിക്കുന്ന സമയത്ത് അന്ന് BJPക്ക് 2000 വോട്ട് 2500 വോട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഞങ്ങളൊക്കെ മത്സരിക്കാൻ വന്നത്. ആ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം മത്സരിച്ചത്. അവർക്കെല്ലാം 30,000, 28,000, 35,000, 33,000 വോട്ട് കിട്ടി. അത്രയും അധികം വോട്ട് ഷെയർ നമ്മൾ കൂട്ടി 7 പേര് 2ാം സ്ഥാനത്ത് വന്നു, ഒരാൾ ജയിക്കുകയും ചെയ്തു. കാര്യം അത് ഒരു 2016 വൈബ് പക്ഷെ നിലനിന്നില്ലല്ലോ അതിനുശേഷം ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടൊരു കാര്യമുണ്ടല്ലോ. കാര്യം NDAയുടെ പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുന്നതിൽ നമുക്ക് ഒരുപാട് മൈനസ് പോയിന്റുകൾ അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് കഴിഞ്ഞ ഒരു 2-3-4 വർഷക്കാലമായിട്ട് പക്ഷേ അത് മാറി. വളരെ കാര്യം ഇപ്പം ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ ഫേസ് ചെയ്തു, രണ്ടാമത് നിയമസഭാ ഇലക്ഷൻ ഫേസ് ചെയ്തു, പഞ്ചായത്ത് ഇലക്ഷൻ ഫേസ് കഴിഞ്ഞപ്പോഴത്തേക്ക്, കാരണം ഇത് NDA എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു മുന്നണി സംവിധാനമാണല്ലോ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവ് BJPയുടെ ലീഡേഴ്സിനും BDJs ലീഡേഴ്സിനും ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2-3 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ഇപ്പോൾ വളരെ സജീവമായി സെൻട്രലിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നുമുള്ള ഇടപെടലുകൾ വളരെ സജീവമായിട്ടുള്ളതുകൊണ്ട് തന്നെ ഇപ്പം അവരെല്ലാം കൂടെ യോജിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ മുന്നേറ്റത്തിലേക്കാണ് പോകുന്നത് മുഴുവനും. ഓക്കെ, ഇനിയൊരു കാര്യം കൂടെ ഇതൊക്കെ പറയുമ്പോൾ മുമ്പേ തന്നെ ഒരു ബാക്കിയായിട്ടുള്ളത് ഈ ശബരിമല യുവതീ പ്രവേശന വിഷയം. അത് കേരളത്തിലെ മതേതര സമൂഹത്തിനും ഹിന്ദു സമൂഹത്തിനും വേദന ഉണ്ടാക്കിയ സംഭവമാണ്. വർഗീയവാദികൾ ഒഴിച്ചാൽ ഞാൻ വളരെ വേദനിച്ച ആളാണ്, വൈകാരികമായി കണ്ട ആളാണ്. പക്ഷേ ആ വിഷയത്തിൽ യോഗം ജനറൽ സെക്രട്ടറിയുടെ നിലപാട് ഭക്തർക്ക് അനുകൂലമായിരുന്നില്ല. തെറ്റാണത്, അത് ഒരിക്കലും SNDP യോഗത്തിൻ്റെ ഞാൻ അതിൻ്റെ വേണമെങ്കിൽ ആ മിനിറ്റ്സ് എടുത്തുകൊണ്ട് തരാം. ഞങ്ങളുടെ കൗൺസിൽ കൂടി എടുത്ത തീരുമാനം, ഒരു കാരണവശാലും സ്ത്രീകൾ അവിടെ പോകരുത്, സ്ത്രീകൾ പോകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഭക്തർക്കൊപ്പമാണ് SNDP യോഗം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു സ്ഥലത്തും SNDP യോഗം എതിരായി നിന്നിട്ടില്ല. അതിനകത്ത് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഇത് അന്നുണ്ടായിരുന്ന ഒരു മുന്നണി സംവിധാനത്തിൽ അവിടെ KPMS ഉൾപ്പെടെ SNDP യോഗം ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും കൂടി നവോത്ഥാന പ്രസ്ഥാന സമിതി ഉണ്ടാക്കി. ഈ സമിതി ഉണ്ടാക്കി ആ സമിതി വന്നു കഴിഞ്ഞ സമയത്ത് എല്ലാവരും ഒരു ഗുരുദേവനെ കുറിച്ചും അതുപോലെ തന്നെ ഈ പഴയകാല നേതാക്കന്മാരെ കുറിച്ചും ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു മനുഷ്യച്ചങ്ങല ഉണ്ടാക്കാം എന്ന് പറയുന്നു. നാച്ചുറലായിട്ട് SNDP യോഗത്തിന് മാറി നിൽക്കാൻ കഴിയുമോ? ഗവൺമെന്റ് അതിനെതിരുള്ള ഒരു ബദൽ നീക്കം ആയിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയില്ല, ഒരു മീറ്റിങ്ങിലും ഇല്ല. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ഇല്ല. അത് ആ സമയത്ത് അന്ന് രാത്രി കൊണ്ടുപോയി ഇവരെ കയറ്റുന്നത് നമുക്കറിയില്ല.
നാട്ടുകാർ പറയുന്നതല്ലോ, കാരണം ഞാൻ അന്നത്തെ നമുക്ക് കൃത്യം പിണറായി സർക്കാർ ശബരിമല യുവതി പ്രവേശന വിഷയത്തിന് വേണ്ടിയിട്ട് അനുകൂലമാണ്, ഭക്തർക്കെതിരെ അവർ അനുകൂലം. പക്ഷെ അതും ഇതും ഞങ്ങൾ ഒരു കാരണവശാലും ഇത് അനുകൂലമായിട്ടല്ല മനുഷ്യചങ്ങല നടത്തിയിട്ടുള്ളത്. മനുഷ്യചങ്ങലയ്ക്ക് പോയിട്ടുള്ള എല്ലാവരും ഈ പറയുന്ന ശബരിമല വിശ്വാസികളാണ്. ഇപ്പം എൻ്റെ അമ്മ ഉൾപ്പെടെ അവിടെ ഞങ്ങളുടെ വീട്ടിലുള്ളതും അച്ഛനും ബാക്കിയുള്ള ഈ പറയുന്ന അവിടെ ചെന്നിട്ടുള്ളവരെല്ലാം ശബരിമല വിശ്വാസികളാണ്. അവിടെ സ്ത്രീകൾ പോകരുതെന്നുള്ള അഭിപ്രായക്കാരാണ് മുഴുവനും. പക്ഷേ ഈ പറയുന്ന നവോത്ഥാനത്തിൻ്റെ പേരിൽ ചങ്ങല നടത്തിയ സമയത്ത് അന്ന് രാത്രി കൊണ്ടുപോയി ഈ പറയുന്ന ഇവരെ കയറ്റിയതോടെ ശരിയാണ്. പക്ഷേ അപ്പോൾ ശരിക്കും പ്രതിക്കൂട്ടിലായിപ്പോയി. അപ്പോഴും വളരെ വ്യക്തമായിട്ട് ജനറൽ സെക്രട്ടറി പറയുന്നുണ്ട് ഒരിക്കലും ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് അച്ചിട്ട് പല പ്രാവശ്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ആളുകൾ അതല്ല ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. മാധ്യമങ്ങൾ അറിയാമല്ലോ, നെഗറ്റീവ് എടുക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ അത് പിണറായിയുടെ, അതായത് ഈ പണി മുഴുവൻ ഒപ്പിച്ച പിണറായിയുടെ മതിലിനൊപ്പം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ജനങ്ങളുടെ ഒരു വികാരമല്ലേ അതായിരിക്കാം. പക്ഷേ വെച്ചാൽ നമ്മൾ ബേസിക്കലി അതല്ലല്ലോ കാണുന്നത്. നമ്മൾ അപ്പോൾ ഇവരന്ന് കണ്ടുകൊണ്ടിരുന്നത് എസ് ഇപ്പോൾ ഗുരുദേവൻ്റെ പേരിൽ നടത്തുന്ന, ഇപ്പം അയ്യങ്കാളിയുടെ അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഇവർക്കൊക്കെ മാറി നിൽക്കാൻ കഴിയുമോ? അപ്പം അതിനൊരു തങ്ങൾക്ക് വേണ്ടി കൂട്ടുനിന്നുള്ള ഒരു കാരണവശാലും സ്ത്രീ പ്രവേശനം സംബന്ധിച്ചോളം വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായമുള്ളവരാണ് ഞങ്ങളെല്ലാവരും. ഇത് SNDP-കാരായ സ്ത്രീകളെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അതിപ്പോൾ അതാണ് അവർക്ക് SNDP-യിലുള്ളവർക്ക് അറിയാൻ കാര്യം എന്നുള്ളത്. അവർ തന്നെയല്ലേ വന്നതിനും അവരും എല്ലാവരും ചതിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് അവർക്കെല്ലാം കൂടാണല്ലോ ഉണ്ടായത്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ വനിതകളെ SNDP വനിതകൾ എൻ്റെ വളരെ അടുപ്പമുള്ള ആളുകളാണ്. ഞാൻ അതിലെ ശാഖാ മെമ്പർ കൂടിയാണ്. അവർക്കൊക്കെ കടുത്ത എതിർപ്പുണ്ട് ഇക്കാര്യത്തിൽ. പേഴ്സണലി ഞാൻ കടുത്ത ചില ആൾക്ക് മനസ്സിലാകാത്തവരുണ്ടാവും. പക്ഷേ അത് പിന്നെ പറഞ്ഞ് തിരുത്ത കാര്യം അതിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് ഉള്ളതാണ്. SNDP-യും വളരെ വ്യക്തമായി സ്ത്രീകളെ കടത്തരുതെന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് അപ്പോഴും ഇപ്പോഴും. കാര്യം വിശ്വാസികളാണ് നമ്മൾ എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിന് പക്ഷേ കുറേ മീഡിയാസ് ഇത് ട്വിസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാത്ത ചെറിയൊരു ഭാഗം ആളുണ്ട്. BDS NDA-യോടൊപ്പം ഉള്ള ബന്ധം എങ്ങനെ പോകുന്നു? വളരെ ഭംഗിയായിട്ടാണ് പോകുന്നത്, വളരെ ഭംഗിയായിട്ട്. ഇനിയിപ്പം ലോങ് ടൈമിൽ ഈ ബന്ധം ശക്തിപ്പെടുത്താനാണ് ശ്രമം. തീർച്ചയായിട്ടും. ഞാൻ പ്രധാനമന്ത്രിയായിട്ടാണെങ്കിലും അമിത് ഭായ് ആയിട്ടാണെങ്കിലും രണ്ടാഴ്ചയായിട്ടും എല്ലാവരുമായിട്ടും വളരെ പേഴ്സണൽ, സന്തോഷ് ജി ഉൾപ്പെടെ എല്ലാവരും വളരെ പേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത എങ്ങനെ വിലയിരുത്തുന്നു? കോട്ടയമാണോ അതോ എല്ലാം കൂടെ? മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ഇലക്ഷൻ അറിയാമല്ലോ. കാരണം 100% രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും എന്നുള്ള വലിയ പ്രചരണവും കേരളത്തെ സംബന്ധിച്ചോളം അവിടെ NDA അധികാരത്തിൽ വരും എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സാധാരണ മനുഷ്യനോട് പറയുന്നത് നമ്മളെ തല്ലുന്ന അവസ്ഥയായിരുന്നു അന്നത്തെ കാലം. ആ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ പോയി. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 450 ആണോ 430 ആണോ 440 ആണോ എന്നാണ് സംശയം. കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഉള്ളത്. അവർക്കിപ്പം കിട്ടുന്നത് ഇപ്പോൾ 50 കിട്ടുമോ അല്ല 40 ആവോ 38 ആവോ എന്ന് അവർക്ക് സംശയമുള്ളത്. നാട്ടിലുള്ള ആർക്കും ഒരു കാരണവശാലും സംശയമില്ല. 100% മോദിജി സെൻട്രലിൽ പ്രൈം മിനിസ്റ്ററായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇങ്ങനെ അഭിപ്രായം അച്ഛനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഭിപ്രായം തന്നെയാണ്. കേരളത്തിലെ സ്ഥിതി എങ്ങനെ വിലയിരുത്തുന്നു? കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പോൾ ശക്തമായിട്ടുള്ള മത്സരമാണ്. 20 സീറ്റുകൾ നടക്കുന്നത്, വളരെ ശക്തമായിട്ടുള്ള മത്സരം. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സീറ്റുകളും ജയിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. NDA പ്രതീക്ഷിക്കാത്ത പല സീറ്റുകൾ പോലും. കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരാളും ഇപ്പം രണ്ടുപേരും ഇന്ത്യ മുന്നണിയിലേക്കാണ് പോകുന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും തർക്കമില്ല, അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇവർ ജയിപ്പിച്ചുകൊണ്ട് എന്തെടുക്കാനായിട്ടാണ്? സാധാരണ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ജനറേഷനിലൊക്കെ പോയി. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ MP-മാർ ഉണ്ടാവണം. കേന്ദ്രത്തോടൊപ്പം നിൽക്കുന്ന MP-മാർ ഉണ്ടായാൽ മാത്രമേ കേരളത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവൂ. കാരണം കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ശ്രീലങ്കയേക്കാൾ സാമ്പത്തികമായി മോശം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ പിണറായിയാണ് കുഴപ്പക്കാരൻ? അല്ല, അദ്ദേഹത്തിന് മാത്രം ഞാൻ കുറ്റം പറയില്ല. കാരണം വെച്ചാൽ അതിൻ്റെ റിയാലിറ്റി അവൾ പഠിക്കണം. കാര്യം ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ എടുത്ത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗവൺമെൻറ്റും എടുത്തുന്ന നടപടിയുടെ അവസാനത്തെ ഇടിച്ചു നിൽക്കലായിരുന്നു ഇപ്പോൾ കണ്ടത്. കാര്യം ഇത് ഒരു കാരണവശാലും മുമ്പോട്ട് പോവില്ല. കാര്യം ഇത് ആരെയും കുറ്റം ഇവിടെ എടുത്തിട്ടുള്ള ഇപ്പം നമ്മുടെ അവസ്ഥ എന്താ? ശമ്പളവും പെൻഷനോട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5 പൈസ പിന്നില്ല, പലിശ കൊടുത്ത് തീർക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ റോഡ് നന്നാക്കും, ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യും? ഒരു മനുഷ്യൻ്റെ ഇങ്ങോട്ട് വരുന്നില്ല വ്യവസായം ചെയ്യാൻ. ഇപ്പം തന്നെ നമ്മുടെ സ്ഥലം ഉണ്ടേ വിൽക്കാൻ പറ്റുമോ? പണമുള്ള ആളുകളില്ല. ഒരു സ്ഥാനം പണ്ടത്തെ പോലെ അവസ്ഥയില്ല. കാര്യം ഇന്നിപ്പോൾ യൂറോപ്പിൽ നിന്നോ അമേരിക്കയിലും പോയി ജോലി ചെയ്യുന്നവരാരും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ താല്പര്യപ്പെടുന്നില്ല, പ്രത്യേകം കേരളത്തിലേക്ക് വരാൻ. ഈ പറയുന്ന ആകെ ദുബായിലുള്ളവർ പോലും ഇപ്പോൾ എല്ലാവരും വീട് വാങ്ങിക്കാൻ സൗകര്യവും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റ് മുഴുവൻ. അവരെല്ലാം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ടേക്ക് മാറ്റി റിട്ടേൺസ് കിട്ടും, ജീവിത സാഹചര്യം നല്ലതാണ്.
കേരളത്തിൽ ഇവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ പ്രശ്നമല്ലേ? സംസ്കാരത്തിന്റെ ഇപ്പൊ പ്രശ്നം. ഞാൻ പറഞ്ഞ ഞാനൊരു ചെറിയ സ്ഥാപനം നടത്തി 10-60 പേർക്ക് അതുപോലും പൂട്ടണം പറഞ്ഞ് നോട്ടീസ് ഒട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ പരിപാടി. പിന്നെ എങ്ങനെ ഇവിടെ സ്ഥാപനം നടത്തും? ഇയാൾ എല്ലാ സ്ഥലത്തും ഒരു പുതിയ വ്യവസായം വരാനോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ മുഴുവൻ കേരളത്തിൽ ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് മാറണമെന്നുണ്ടെങ്കിൽ 100% ഇവിടുന്ന് MP-മാർ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒറ്റ കാര്യം മനസ്സിലാക്കുക. ഇപ്പം സ്മൃതി ഇറാനി അവിടുന്ന് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് ജയിച്ചു. ആ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഈ 5 വർഷക്കാലം കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഇത്രയും വർഷങ്ങൾ ഇവിടുത്തെ ഗാന്ധി ഫാമിലിയിലുള്ള ആൾ മാറി മാറി ജയിച്ച സ്ഥലമാണ്. ഇപ്പം ഈ 5 വർഷം കൊണ്ട് മാറിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആ സ്ഥലത്തേക്ക് പുള്ളിക്കാരി ഇരുന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വെല്ലുവിളിക്കുകയല്ലേ അങ്ങോട്ട് ഭാഗം ഇങ്ങോട്ട് ഭാഗങ്ങളുണ്ട്. കാര്യം അവിടെ അവർ അത്രയും ധൈര്യത്തോടെ വരാൻ വേണ്ടി മത്സരിക്കാൻ വേണ്ടി പറയാൻ കാരണം എന്തായിരുന്നു? കാരണം മത്സരിച്ചാൽ അവിടെ സ്ഥിതി ദയനീയമാണ്. അത് കാര്യം അവിടെ ഡെവലപ്മെൻറ്റുകൾ ആ പ്രദേശത്തേക്ക് കൂടുതൽ കൊണ്ടുപോയി. അതുപോലെ കേരളത്തിൽ ജയിക്കുന്ന എവിടൊക്കെ നമ്മുടെ NDAയുടെ MP-മാരുണ്ടാകുന്നു ആ സ്ഥലത്തെല്ലാം വലിയ വളർച്ച ഉണ്ടാവും. അതിനുള്ള ഉറപ്പ് വളരെ വ്യക്തമായി പ്രധാനമന്ത്രി തന്നിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ. കോട്ടയത്തെ സ്ഥിതി എങ്ങനെയാണ്? കോട്ടയത്ത് നമുക്ക് 100% ജയിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവിടുത്തെ സംബന്ധിച്ചിടത്തോളം 2 സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ്സാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അതെ, ഈ പറയുന്ന ഇന്ത്യ മുന്നണിയാണ്. രണ്ടും ഇന്ത്യ മുന്നണിയാണ്, രണ്ടും കേരള കോൺഗ്രസ്സാണ്. ഇവർ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും MP-മാരായിട്ട് ഇരുന്നിരുന്നവരാണ്. ഇവർ ഭരണം ഉള്ള കാലത്ത് ഇരുന്നവരാണ് രണ്ടുപേരും. ആ കാലഘട്ടത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ കഴിഞ്ഞ 10 വർഷവും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം കോട്ടയത്തിൻ്റെ ജനങ്ങളെന്ന് പറയുന്നത് അക്ഷര നഗരി എന്നാണല്ലോ കോട്ടയത്തിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ജനങ്ങൾ മുഴുവൻ ഒരു മൂന്നാമതൊരു ഓപ്ഷനാണ് ആൾ കാണുന്നത്. ഞാനൊരു പുതിയ ആളാണ് അവിടെ. മാത്രമല്ല എനിക്ക് വോട്ട് ചെയ്താൽ ഞാൻ നിൽക്കുന്നത് NDAയോടൊപ്പമാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന എല്ലാ നേതാക്കന്മാരുമായിട്ട് ഇത് നിയന്ത്രിക്കുന്ന ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എല്ലാവരുമായിട്ടും വളരെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരിട്ട് പോയി PM-ൻ്റെ അടുത്താണെങ്കിലും അമിത് ഭായിയുടെ അടുത്താണെങ്കിലും നഡ്ഡാജിയുടെ അടുത്താണെങ്കിലും സന്തോഷ്ജിയുടെ അടുത്താണെങ്കിലും ഒക്കെ നേരിട്ട് കയറി കാര്യം പറഞ്ഞ് നമുക്ക് അവിടുത്തെ കോട്ടയത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാൻ മത്സരിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ എന്നോട് ഞാൻ ഒഴിഞ്ഞു മാറി നിന്ന ഒരാളാണ്. പക്ഷേ PM-ഉം അമിത് ഭായും പറഞ്ഞ ശേഷമാണ് ഞാൻ മത്സരിക്കാൻ വേണ്ടി നിർബന്ധത്തോടെ പറഞ്ഞുകൊണ്ടാണ് മത്സരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് മത്സരത്തിന് മുമ്പ് തന്നെ ഞാൻ വിഷയങ്ങൾ റബ്ബറിൻ്റെ വിഷയം, ടൂറിസം, അത് പിൽഗ്രിം ടൂറിസം സർക്യൂട്ട്, നെല്ലിൻ്റെ വിഷയങ്ങൾ, ഈ വിഷയങ്ങളെല്ലാം ഞാൻ ഇങ്ങനെയുള്ള വിഷയം കോട്ടയത്തുണ്ട്. ഞാനൊരു 100% പൊളിറ്റീഷ്യൻ അല്ലാതെ അവരും എന്നെ പലപ്പോഴും കളിയാക്കുന്നൊരു വിഷയം കൂടാണ്. അപ്പം പൊളിറ്റീഷ്യൻ അല്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോയി ചെയ്ത് കൊടുക്കാൻ പറ്റണം, ഇല്ലെങ്കിൽ എനിക്ക് നമുക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞു. മാത്രമല്ല എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ 100% അവിടെ സ്പെഷ്യൽ കെയറോടുകൂടെ PM എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചെയ്തു തരും. ഇപ്പോൾ റബ്ബറിൻ്റെ വിഷയത്തിൽ ആ വിലയുടെ കാര്യം പറഞ്ഞിരുന്നു. അതിന് ഈ പറയുന്ന ഇവർക്കൊരു ഉത്തരവും പറയാനില്ല. 2 സ്ഥാനാർത്ഥികൾക്ക് ഒന്നും പറയുന്നില്ല. റബ്ബറിന് വില കൂട്ടാൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല അവർക്ക്. അപ്പോൾ ഞാൻ ചെന്ന ശേഷം സംസാരിച്ചു. അതിനനുസരിച്ച് ഇപ്പോൾ വില കുറച്ച് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കോമ്പൗണ്ട് റബ്ബർ ഇമ്പോർട്ടാണ് വേറൊരു സബ്ജക്റ്റ് കിടക്കുന്നത്. ഈ കോമ്പൗണ്ട് റബ്ബർ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് യൂറോപ്പിൽ നിന്നും മറ്റുള്ള സൈഡിൽ നിന്ന് വരുന്ന റബ്ബറിന് കംപ്ലീറ്റ് 30% ടാക്സ് ആക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ട് റബ്ബറോ അല്ലെങ്കിൽ നോർമൽ നാച്ചുറൽ റബ്ബർ ഇമ്പോർട്ട് ചെയ്താൽ ഡ്യൂട്ടി ഇമ്പോസ്ഡ് ആണ്. ആ ഡ്യൂട്ടി വരുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ റബ്ബറിനേക്കാൾ വില കൂടുതലായിരിക്കും ആ വരുന്ന റബ്ബറിൻ്റെ വില. പക്ഷേ ഇപ്പോഴും കോമ്പൗണ്ട് എന്ന കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഈ റബ്ബറിനകത്ത് തന്നെ ചില സാധനമൊക്കെ മിക്സ് ചെയ്ത് ഈ സാധനം ഇപ്പോഴും ഏഷ്യൻ കൺട്രികളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, അത് ബ്ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഞാൻ കണ്ടിരുന്നു. ഇന്നലെ നഡ്ഡാജി വന്ന സമയത്ത് ഞാൻ കാര്യം ഡിസ്കസ് ചെയ്ത് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ഒറ്റ സാധനം ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ കർഷകൻ്റെ പ്രശ്നം കഴിഞ്ഞു. കാര്യം റബ്ബർ കർഷകൻ്റെ പ്രശ്നം കഴിയാന്ന് പറഞ്ഞാൽ ഞാൻ 35 വർഷമായിട്ട് കോട്ടയത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അവിടുത്തെ പ്രശ്നം കഴിയുന്നുള്ള അർത്ഥം. കാര്യം കോട്ടയത്ത് ചേട്ടനൊക്കെ ഓർമ്മ കാണുമല്ലോ, റബ്ബറിന് വില ഉണ്ടായിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ വണ്ടിയും ബഹളവും ഏറ്റവും വരുന്ന അവിടെ. ആ ഒരു കാലം ഭയങ്കര സമ്പത്തായിരുന്നു. 10 റബ്ബറിന്റെ 1 കിലോ കിട്ടും. 1 കിലോയുടെ ഒരു കുടുംബം നടക്കുന്ന അവസ്ഥയാണ്. ഞാനൊക്കെ ഒരു 5 ഏക്കർ സ്ഥലം മേടിച്ചിട്ട് റബ്ബർ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ദിവസം പോയിട്ട് ഇത് വലുതാകുമ്പോൾ കാശ് കിട്ടും. പക്ഷെ അവസാനം ഞാനൊരു റബ്ബർ കർഷകനാണ്. കുറച്ച് റബ്ബർ എനിക്കും ഉണ്ട്. ഞാനതുകൊണ്ട് എനിക്ക് വിഷയം പ്രോബ്ലം അറിയാം. അപ്പം ഞാനിത് ഡിസ്കസ് ചെയ്ത് കാര്യം ഇച്ചിരി ഡീപ്പായിട്ട് ഞാൻ പോയി അതിനകത്ത്.
കാര്യം നമ്മൾ പറയുന്ന ഇംപ്ലിമെൻറ്റ് കാര്യം ചെയ്യാൻ പറ്റുന്നത് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാര്യം പീയൂഷ് ഗോയൽ അദ്ദേഹം എൻ്റെ പേഴ്സണൽ ഒരു ഫ്രണ്ടാണ്, വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹമായിട്ട്. ഞാൻ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ട് നമുക്കൊരിതുണ്ട്. ഇപ്പം നെല്ലിനെ സംബന്ധിച്ചോളം ഈ പറയുന്ന വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകൾ നമ്മളവിടെ ചെയ്യാൻ ഫാക്ടറീസ് ഉണ്ടാക്കാനുള്ള ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രോജക്റ്റുകളെല്ലാം ഈ നമ്മുടെ ഫുഡ് റിലേറ്റഡ് പ്രോജക്ട്സാണ് ഒരുപാട് അവർ പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോജക്ട്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടൂറിസം അറിയാമല്ലോ. കുമരകത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഇല്ല. ഹോട്ടലുകാർ അതിനകത്ത് നിൽക്കുന്ന അല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം ഒരു ബോട്ടിയേറ്റ് പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ കംപ്ലീറ്റ് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ചെയ്താൽ അവിടെ ടൂറിസം ഭയങ്കര ഡെവലപ്പ് ചെയ്യും. പിന്നെ പ്രധാനമായിട്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ പിൽഗ്രിം സെൻറ്റേഴ്സും കിടക്കുന്ന സ്ഥലമല്ലേ അവിടെ. അതെ, ശബരിമല കിടക്കുന്നു, പ്രധാനപ്പെട്ട പള്ളികളെല്ലാം ഭരണങ്ങാനം എല്ലാ പ്രധാനപ്പെട്ട പള്ളികളും അവിടെ ഉള്ളത്. ശരിക്കും ക്രിസ്ത്യൻ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറയുന്ന വേളാങ്കണ്ണി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രധാനപ്പെട്ട ചർച്ചസും നിൽക്കുന്ന കോട്ടയം ജില്ലയിലാണ്. ഈ അവിടുത്തെ പിൽഗ്രിം ടൂറിസം സർക്യൂട്ട് ചെയ്യാതെ കഴിഞ്ഞാൽ വളരെ നിസ്സാരമാണ്. ഞാൻ ട്രിവാൻഡ്രത്തൊരു പ്രോജക്റ്റ് ചെയ്തതാണ്, ഒരു 100 കോടി രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ ചെയ്ത് കൊടുത്തു. അതുപോലുള്ള പ്രോജക്ട്സ് അവിടെ ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫണ്ടിങ് ഉണ്ട്. ഈ BJPക്കും SNDPക്കും ഒക്കെ കോട്ടയത്തേക്കാൾ ഗ്രിപ്പ് ആലപ്പുഴയല്ലേ? അങ്ങയുടെ ഒരു തട്ടകം ആലപ്പുഴയില്ലേ? പിന്നെ എന്തിനാണ് ഈ കോട്ടയത്തേക്ക് വന്നത്? ആലപ്പുഴ മനസ്സിലാക്കി. കോട്ടയത്ത് ആലപ്പുഴയെ സംബന്ധിച്ചോളം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. കാര്യം ബേസിക്കലി അവിടെ ഡെവലപ്മെൻറ്റ്, കാരണം ഒന്നാമത് ഇപ്പോൾ അവിടുത്തെ ഒരു റൺ ഡൗൺ സിറ്റുവേഷനാണ് മൊത്തത്തിലുള്ളത്. അതായത് ആലപ്പി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് റബ്ബർ, നമ്മുടെ ക്വയർ, ഇത് ഈ ക്വയർ ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയില്ല. എല്ലാ ഫാക്ടറീസും അവിടെ നിന്ന് പോയി. തെങ്ങ് വെരി ബാഡ് സിറ്റുവേഷനിലാണ് അവിടെ. നെല്ല് പ്രശ്നം. ടൂറിസം എന്ന് പറയുന്നതും അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ. കാരണം വെച്ചാൽ എല്ലാ സൈഡിലും പ്രോബ്ലമാണ്. എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം വേണമല്ലോ. പിന്നെ കോട്ടയവുമായിട്ട് എനിക്ക് എല്ലാ തരത്തിലും ഒരുപാട് ബന്ധങ്ങളുണ്ട്. പേഴ്സണലായിട്ട് ഞാൻ 10-35 വർഷമായിട്ട് റിലേഷൻഷിപ്പ് അവിടെ ഉള്ളതാണ്. ഒരുപാട് സുഹൃത്തുക്കൾ. ഹോട്ടലുണ്ട്. ഹോട്ടലിൽ വേറെ 1-2 ബിസിനസ് ഒക്കെ ആണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാവരോടും എനിക്ക് പണ്ട് പോലെ ബന്ധമുണ്ട്. പിന്നെ ഈ പറയുന്ന എല്ലാ കാര്യവും ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ടൂറിസം ആണെങ്കിലും ഈ പറയുന്ന റബ്ബർ ആണെങ്കിലും ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കല്ലേ ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്? അല്ല, കോട്ടയത്ത് ടോട്ടൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് 36%. 60% വരുന്നത് ഹിന്ദുസാണ്. 5% മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ് വരുന്നത്. അത് എല്ലാ ക്രിസ്തീയ എല്ലാ ബിഷപ്പുകളും സഭകളും അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ചർച്ചസും എല്ലാമായിട്ട് ഞാൻ പേഴ്സണലായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അവിടെയൊക്കെ പ്രതീക്ഷ, അവിടെയൊക്കെ എല്ലാ സഹായം എനിക്കുണ്ട്. പിന്നെ SNDP NSSൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട്. SNDP യോഗം, KPMS ഉൾപ്പെടെ. സുമാരനാഥ് സാറിനെ കണ്ടോ? അങ്കിള് എൻ്റെ ഞാനായിട്ട് വളരെ പേഴ്സണൽ എടുപ്പുള്ളതാണ്. അതെ, പിന്നെ വളരെ 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 പേഴ്സണൽ എടുപ്പുള്ളതാണ്. കാണാറുണ്ട് ഒക്കെ പിന്നെ കാണാറുണ്ട്. ഞാൻ എൻ്റെ അച്ഛനെ പോലെ തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹം. പണ്ട് നിങ്ങൾ SNDP ഞാൻ ഒരിക്കലും ചേട്ടൻ ശ്രദ്ധിച്ചാറ്, ഞാൻ അദ്ദേഹമായിട്ട് ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ആരാ, ഞാൻ അങ്ങനെ വർത്തമാനം പറയാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല. അത് അദ്ദേഹത്തിന് തന്നെ അറിയാം. കാരണം അദ്ദേഹത്തിന് എന്നെ ഒരു സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും എനിക്ക് അതുപോലെ എൻ്റെ കാര്യങ്ങളിലെല്ലാം അതുപോലെ ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം. എനിക്കത് അതുപോലെ റെസ്പെക്റ്റ്, അച്ഛനെ പോലെ തന്നെ റെസ്പെക്റ്റ് ഉള്ള മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ ഇവരൊക്കെ പ്രായമായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയുമ്പോൾ നമ്മളിതിനകത്ത് അഭിപ്രായം പറയാൻ ആളല്ല, നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. ഈ മൊത്തത്തിൽ ബാക്കി കേരളത്തിലെ BJPയുടെ NDAയുടെ അവസ്ഥ എങ്ങനെ കാണുന്നു? അല്ല, ഒരുപാട് സീറ്റുകൾ ഭയങ്കരമായിട്ടുള്ള മുന്നേറ്റമല്ലേ. ഇപ്പോൾ ട്രിവാൻഡ്രം തന്നെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴ വലിയ മുന്നേറ്റം നടക്കുന്നുണ്ട്. പിന്നെ പത്തനംതിട്ട, തൃശ്ശൂർ ഒക്കെ വലിയ നല്ല എല്ലാ സ്ഥലങ്ങളിലും നല്ല ഒരു മുന്നേറ്റം തന്നെയാണുള്ളത്. വലിയ പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായും. ഞാൻ ഈ അടുത്ത കാലത്ത് മീഡിയ വണ്ണിലെ പ്രമോദ് രാമനായിട്ടുള്ള സംഭാഷണം വളരെ എനിക്ക് ഇഷ്ടം തോന്നി. എനിക്ക് അങ്ങോട്ട് വളരെ ബഹുമാനം തോന്നി. അത് യഥാർത്ഥത്തിൽ ആ വിഷയം നമുക്കൊന്ന് ഞാനത് അങ്ങയിൽ നിന്ന് ആ ഒരു മറുപടി എൻ്റെ പ്രേക്ഷകരോട് കേൾക്കേണ്ടത്. എൻ്റെ നിലപാട് അങ്ങയുടെ നിലപാട് തന്നെയാണ്. പ്രത്യേകിച്ച് CAA ഒരു മുസ്ലിങ്ങളെ എന്തുകൊണ്ട് അവഗണിച്ചു, ഒരു വർഗീയ, അതായത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഒഴിവാക്കിയ തരത്തിലാണ് മീഡിയ വൺകാർ ചോദിച്ചത്. അങ്ങനെ എന്താണ് അതിന് പറയാനുള്ളത്? അല്ല, ശുദ്ധ അബദ്ധമല്ലേ പറയുന്നത്. കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ വൃത്തികേടല്ലേ പറയുന്നത്. കാര്യം എങ്ങനെ ഒരു മീഡിയയ്ക്ക് ഇല്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞുണ്ടാക്കാൻ കഴിയും? കാര്യം ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്ന കേരളത്തിലല്ലേ. കാര്യം എന്താ CAA കൊണ്ട് എന്താ കുഴപ്പം? ഞാൻ ചോദിക്കുന്ന, ഇത്രയും വലിയ ദാരിദ്ര്യവാസം പിടിച്ച് കിടക്കുന്ന പാകിസ്ഥാനിൽ ഒരു പേപ്പറും ഇല്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? ചെല്ലാൻ പറ്റത്തില്ലല്ലോ. ലോകത്ത് ഏത് രാജ്യത്ത് ഇപ്പം ഇവരൊക്കെ ഒന്നാമത് ഈ മീഡിയ വണ്ണുകാർ ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെ ചെന്ന് ഇറങ്ങാൻ പറ്റിയ സ്ഥലമുണ്ടെന്ന് പറയട്ടെ അവരൊന്ന്.
ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഈ പറയുന്ന പല രാജ്യങ്ങളിൽ നിന്ന് ഈ ആളുകൾ കടന്ന് ഇന്നും നമ്മൾ കേരളം ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഒരു വിഷയം അത്. ഇവിടെ ആധാർ കാർഡും ഈ പറയുന്ന പിന്നെ വോട്ടേഴ്സ് ഐ ഡിയും 2000 രൂപയ്ക്ക് അവിടെ അടിച്ചു കിട്ടും. ആ കാർഡും കൊണ്ടുവന്നിട്ട് അവിടെ ജോലി ചെയ്യുന്നത്. പലതും ഇവിടുത്തെ അതിഥി തൊഴിലാളികൾ കൊണ്ട് നിർത്തിയേക്കുന്ന പലരും എന്ന് പറയുന്നത് ബംഗ്ലാദേശികളാണ്. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. മ്യാൻമാറിൽ നിന്ന് വന്നവരുണ്ട്. മ്യാൻമാർ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇത് മനസ്സിലാക്കാതെ ഇത് കൃത്യമായ കാര്യം അത് പിന്നെ ശരിക്കും ഇപ്പോഴല്ല, ഇതെനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന വിഷയം. കാര്യം അത് അമിത് ഭായ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നത്. അദ്ദേഹത്തെ കൂട്ടം നട്ടലുള്ള ഒരു മിനിസ്റ്റർ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഇന്ത്യക്ക്. കാര്യം എടുത്ത സ്റ്റാൻഡുകൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തില്ലേ. കാര്യം അത് കൊണ്ടുവന്നില്ലേ നമുക്ക് കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് 5ാമത്തെ സൂപ്പർ പവറാണെന്ന് പറയുന്നു. ലോകത്തിലുള്ള അമേരിക്കക്കാരൻ ഉൾപ്പെടെയുള്ളവനൊക്കെ ഇന്ത്യയെ വന്ന് ബിസിനസ് ചെയ്യാൻ നടക്കുക. അപ്പം നമ്മൾ ഇന്ത്യക്കാർ പറയുന്നത് എന്താ, നമുക്ക് അക്കൗണ്ടബിലിറ്റി വേണ്ട, ലോകത്തുള്ളവന് മൊത്തം താമസിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണിത്? അത് ശുദ്ധ ഹേമത്തോടെ പറഞ്ഞ് പ്രചരിക്കാൻ നോക്കുന്നവർ. മുസ്ലിം സമുദായത്തെ മാത്രം മാറ്റി നിർത്താൻ ശ്രമിച്ചു. എവിടെ മാറ്റി നിർത്തി? മുസ്ലിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ ഇത് കിട്ടുമല്ലോ. കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ആ പ്രദേശത്തെ ന്യൂനപക്ഷമായി നിൽക്കുന്ന ആളുകളാണല്ലോ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. ആ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരും, അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, എളുപ്പമാക്കി കൊടുത്തു. മറ്റവർക്ക് കിട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല. സാധാരണ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും ആരാ വരുന്നത്? ടെററിസം നടത്തി രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കുള്ളവനാണല്ലോ അടുത്ത രാജ്യത്തേക്ക് ചാടാൻ നോക്കുന്നത്. അതിനങ്ങനെ ഈസി ആയിട്ട് പേപ്പർ കൊടുക്കേണ്ടതല്ലേ പറഞ്ഞുള്ളൂ. അതിനെന്താ കുഴപ്പമുള്ളത്? മണിപ്പൂർ വിഷയത്തിൽ വേണ്ടത്ര ശ്രദ്ധ പ്രധാനമന്ത്രി സർക്കാർ കാട്ടിയില്ല എന്നാണ്. ചേട്ടാ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ തന്നെ ഒരു ഫേസ് ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ നിൽക്കുന്നത്? ആ കാര്യം തർക്കമില്ല. അദ്ദേഹത്തെ കൂട്ടൊരാൾ ഇന്ത്യയുടെ ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ ഒരു കോർണറിൽ നടക്കുന്ന ഇഷ്യൂ വലുതായിട്ട് ഇൻ്റർനാഷണൽ മീഡിയയിൽ ഹൈലൈറ്റഡ് ആയിട്ടില്ല. അതവിടെ നിൽക്കുന്ന ഒരു ട്രൈബ്സ്, എനിക്ക് അവിടെ ഹിന്ദു മുസ്ലിം കലഹമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കലഹമോ ഒന്നുമല്ല. അത് ബിഷപ്പന്മാർ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന അവിടുത്തെ 2 ട്രൈബുകൾ തമ്മിലുള്ള യുദ്ധത്തിൽ മ്യാൻമറിൽ നിന്നും മറ്റിടത്തുനിന്നും ആയുധങ്ങൾ കൊടുക്കുകയും അവിടുന്ന് തീവ്രവാദികൾ കടന്നു വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അവിടെ പള്ളിയിൽ അറ്റാക്ക് ചെയ്യുന്ന പോലും അവനത് ഇൻവോൾവ് ആണ്. അതിനകത്ത് ഇത് തെളിവുകളുള്ളതാണ്. അവിടുന്ന് പ്രധാനമന്ത്രി പോയി ഡിസ്കസ് ചെയ്യാൻ അവിടെ ചെല്ലുകയും ഈ സാധനം ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വാർത്ത കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? പ്രധാനമന്ത്രി വളരെ സൈലൻ്റ്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ലോകം മൊത്തം അറിയും. അങ്ങനെ അറിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, കേരളത്തിൽ കിടക്കുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇവിടെ കിടക്കുന്ന ഒറ്റ ഫോറിനർ ഇങ്ങോട്ട് യാത്ര വരത്തില്ല. ഈ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് ഒരുത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നാളെ ഉണ്ടാവും. വളരെ ബുദ്ധിപരമായിട്ടുള്ള സ്റ്റാൻഡ് തന്നെയാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. കാര്യം അതിന് വലിയ ഫേമസ് ആക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. എന്നാൽ വളരെ ബുദ്ധിപരമായി അമിത് ഭായ് ഇടപെട്ടു, കാര്യങ്ങൾ ഒരുവിധം കൺട്രോളിൽ കൊണ്ടുവന്നു, ശക്തമായ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. പക്ഷേ തെറ്റിദ്ധാരണ വരുത്താൻ ഇതിനെക്കുറിച്ച് വാർത്ത ഉണ്ടാകുന്നത് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് വാർത്തയേ അല്ലല്ലോ. അതുപോലെ ഇപ്പം തെലുങ്കാനയിൽ ഒരു പള്ളി ആക്രമിക്കപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായി. തെലുങ്കാന കോൺഗ്രസ് ഭരിക്കുന്നത്. എങ്കിൽ പോലും ഈ RSSും BJP ഒക്കെ അങ്ങനെ ഒരു ആക്രമണമൊക്കെ നടത്തുന്നത് ശരിയാണല്ലോ ഒരു പ്രശ്നങ്ങൾക്കെതിരെ? ഒരു കാരണവശാലും ഞാൻ പറഞ്ഞു, ഞാൻ വ്യക്തിപരമായി ഇവരോട്ടൊക്കെ അടുപ്പമുള്ള ആളാണ്. ഒരിക്കൽ പോലും ഈ പറയുന്ന ഒരു സമുദായത്തിനെതിരെ ഉള്ളൊരു കാര്യമോ അല്ലെങ്കിൽ സംസാരിക്കണമെന്നോ എന്നോട് അവർ രണ്ടുപേരും പറഞ്ഞിട്ടില്ല. ഇല്ല. അവരെന്നും പറയുന്നൊരു കാര്യം ടെററിസത്തിനെതിരാണ്. അതെ. അതിന് ശക്തമായിട്ടുള്ള ഏത് എൻഡ് വരെയും പോയി അതിന് സ്റ്റാൻഡ് എടുക്കും. അതല്ലാതെ എല്ലാ സമുദായങ്ങൾക്കും പ്രൊട്ടക്ഷൻ, എല്ലാ സമുദായങ്ങൾക്കും തുല്യനീതി എന്നുള്ളതല്ലേ ഈ പറയുന്ന ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് പോലും. അതെ. എല്ലാവർക്കും ഒരേ നിയമം വരുന്നതിന് എന്ത് തെറ്റാ ഉള്ളത്? ഇപ്പം ഞാൻ രാവിലെ ഈ മുസ്ലിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണ്? എനിക്കൊരുപാട് മുസ്ലിം സഹോദരങ്ങൾ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവരാരും ഇതിനൊന്നും എതിരല്ല. അവർ പറഞ്ഞു വരുന്നത് എന്തെന്നാ, ഒന്ന് ട്രിപ്പിൾ തലാഖിന് എല്ലാവർക്കും 5 വെച്ച് കെട്ടണം. ഇത് കാര്യം ഈ പറയുന്ന ലോകത്ത് സൗദി അറേബ്യ പോലും ഈ നിയമമില്ല. എല്ലായിടത്തും നിയമം പോയി. ഈ ഇന്ത്യയിൽ മാത്രം തലാക്ക് പറഞ്ഞാൽ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറയുന്നത് മാറ്റേണ്ട കാര്യം. ഇത്രയും അപരിഷ്കൃതമായിട്ടുള്ള ഒരു നിയമം മാറ്റേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമില്ല. ഇന്ത്യ പോലുള്ള വലിയൊരു രാജ്യത്ത് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ കാശ്മീർ ഉണ്ടായിട്ടുള്ള പ്രശ്നം, അവിടെ കാശ്മീരിൽ യഥാർത്ഥത്തിൽ അങ്ങനെ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് എന്താ ഇപ്പം അവിടെയുള്ള ആളുകൾ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? ഇപ്പം ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആരെങ്കിലും ഓർക്കാൻ തയ്യാറാവുന്നുണ്ടോ? ഇതൊക്കെ പറഞ്ഞപ്പോഴാണല്ലോ ജനറൽ സെക്രട്ടറിയും തീവ്രവാദിയൊക്കെ പറയാൻ തുടങ്ങിയത്. കാര്യം ലവ് ജിഹാദ് ഇവിടെ നിലനിൽക്കുന്നുള്ള സത്യാവസ്ഥയാണ്. കോട്ടയത്ത് ശക്തമായി ഞങ്ങളെടുത്തിട്ടുള്ള നിലപാടിൽ തന്നെയാണ് തീവ്രവാദത്തിനെതിരും
ലവ് ജിഹാദം അവസാനിപ്പിക്കുന്നതിനുള്ള ശക്തമായ സ്റ്റാൻഡ് ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ലവ് ജിഹാദ് നിയമപരമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. നിയമപരമായി തെളിയിക്കപ്പെടും. ഇവിടുത്തെ പിന്നെ നിയമം ഇത് ആരാ ചെയ്യേണ്ടത്? അതെ. ഗവൺമെൻറ് ചെയ്യാൻ തയ്യാറാവണ്ടേ? നിയമപരമായി തെളിയിക്കാൻ ഈ കോടതികൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് മുഴുവൻ പ്രൂഫ് കിട്ടാത്തതുകൊണ്ട് ഓർഡർ ഇടാൻ പറ്റുന്നില്ല. ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആളാണല്ലോ AK ആന്റണി. അതെ. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. VS പറഞ്ഞു, DGP പറഞ്ഞു. ഇത്രയും കൂടുതൽ ഓഫീസേഴ്സ് മുഴുവൻ പറയുകയും ഇവിടെ ഇരുന്നിരുന്ന് റിട്ടയർ ചെയ്ത് പോയ മകനെ ഇനി അവർ മത്സരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചോളം ഈ തീവ്രവാദികളുടെ വോട്ട് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് ഞാൻ ഈ പറയുന്നത്. കാര്യം ഇവിടെ അല്ല, ഈ മുസ്ലിം സഹോദരങ്ങൾ തീവ്രവാദികളൊന്നുമല്ല. 99.9% ഇതിനെ എതിർക്കുന്നവരാണ്. കാര്യം ഇവിടെ നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു ബേസിക്കലി നമ്മുടെ സ്വഭാവം, നമ്മുടെ അച്ഛൻ അപ്പൂപ്പൻ നമ്മളുണ്ടാക്കിയിട്ടുള്ള പേര്, ആ കുടുംബം ഉണ്ടാക്കിയിട്ടുള്ള പേര്, അവിടുന്ന് അപ്പൂപ്പൻ, അവിടുന്ന് ഇതെല്ലാം ഓരോ ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവരുടെ എല്ലാം വേര് കിടക്കുന്ന ഇവിടെ അല്ലേ. ഇത്രയും വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ അവരുടെ അച്ഛനും അപ്പൂപ്പന്മാരുണ്ടാക്കിയിട്ടുള്ള വേരൊരു സുപ്രഭാതത്തിൽ ഈ തീവ്രവാദം അടിച്ച് കളയാൻ ആരെങ്കിലും തയ്യാറാവുമോ? കോട്ടയത്തേക്ക് ലവ് ജിഹാദ് ശക്തമായിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരുപാട് ഈ സഭാധികാരികളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും ഞാൻ സംസാരിച്ചു. അവർക്കെല്ലാം ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള വിഷയം ഇത് തന്നെയാണ്. അതിനെക്കുറിച്ച് പറയാനായിട്ട് അവിടെ നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികളും വാ തുറക്കത്തില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം അവിടെയുള്ള ശരിക്കും മുസ്ലിം സഹോദരങ്ങൾ വളരെ ശക്തമായി എതിർക്കുന്നുണ്ട്. കാര്യം അവർക്ക് നാണക്കേടല്ലേ. മനസ്സിലായി. അത് ക്രിസ്ത്യൻ അവരുടെ ഒരു കണക്കുണ്ടായിരുന്നു. 4000-ഓളം കുട്ടികൾ പോയെന്ന് പറഞ്ഞത്. അതെ അതെ. എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ? ഇത് ബോധവൽക്കരണം കൊണ്ട്. കാര്യം ഇപ്പം ഈ പറഞ്ഞ പിന്നെ കേരള സ്റ്റോറി കാണിച്ചു. ഇവരെല്ലാം എതിർക്കുന്നതിനാ. കാര്യം അത് കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ ഏതൊരു മനുഷ്യനും ഈസി ആയിട്ട് കാര്യം മനസ്സിലാവും. കാര്യം എപ്പോഴും ഒരു വിഷ്വലായിട്ടൊരു കാര്യം കാണുമ്പോഴാണല്ലോ നമുക്ക് പെട്ടെന്ന് ബ്രെയിനിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. അത് രജിസ്റ്റർ ചെയ്യാൻ കുട്ടികളെ പ്രത്യേകിച്ച് ഇത് കാണിക്കേണ്ടത് ആവശ്യമാണ്. അത് കാണിച്ചിട്ട് എന്ത് തെറ്റ്? അതിനെതിരെ ഈ പറഞ്ഞുകൊണ്ട് എല്ലാവരും LDF UDF തീർക്കുക ഒരു കാര്യമില്ല. അവിടെ പൂഞ്ഞാറിലൊരു പള്ളി അച്ഛനെ കൊല്ലാൻ തുടങ്ങിയ ഒരു സംഭവം വരെയുണ്ട്. അതെല്ലാം എന്നിട്ട് സർക്കാർ ഒത്തുതീർത്ത് കൊടുത്തു. ആ കേസെല്ലാം പെറ്റി കേസാക്കി കൊടുത്തു. ഞാനന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. കാര്യം കൃത്യമായിട്ട് അന്വേഷിച്ച ശേഷമാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് അറിയാൻ വയ്യാത്തവനും അറിയാവുന്നവനും എല്ലാം ഇരുന്നിട്ട് പറയുന്നത് മറ്റുള്ളവരാണ് ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല, ഇത് ഒരു സമുദായം മാത്രമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വന്നു. അല്ല, അന്വേഷണം കഴിഞ്ഞപ്പോൾ കണ്ടില്ല എന്താണെന്നുള്ളത്. അല്ല, എന്തിനു വേണ്ടി ഈ പ്രശ്നത്തിൽ പോകണം? കാര്യം അവർ മനഃപൂർവ്വം മനസ്സിലാക്കിയിട്ടല്ലേ. കാരണം ആ സമുദായത്തോട്, കാര്യം പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഹോദരങ്ങളെടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ചെന്നാൽ എല്ലാവരും സമാധാന പ്രിയരാണ്. അവരാരും സാധാരണ പ്രതികരിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് അവിടെ പോയിട്ട് ബൈക്കായിട്ട് കുസ്തി ഉണ്ടാക്കാൻ വേണ്ടി പോയതല്ലേ. ഏതെങ്കിലും കൊള്ളാവുന്ന അമ്പലത്തിൽ കയറിയിട്ട് പണി കാണിക്കുമോ? കാര്യം അത് എന്തിനാൻ്റെ ആവശ്യം? ആരെങ്കിലും അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ? കാര്യം എത്രയോ മുസ്ലിം സഹോദരങ്ങൾ സന്തോഷം. കാര്യം നമ്മൾ കേരളത്തെ സംബന്ധിച്ചോളം എൻ്റെ ഓർമ്മയിൽ ഒരു 10-20 വർഷക്കാലം മുമ്പ് ആരാണ് മുസ്ലിം എന്ന്, ഏതാണ് ക്രിസ്ത്യാനി, ഏതാണ് ഹിന്ദു ആർക്കും അറിയാൻ വയ്യ. ഇത് ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇത് ഉണ്ടാക്കിയതാരാ? ഇതുണ്ടാക്കി മുഴുവൻ ഈ പറയുന്ന LDF UDF അല്ലേ. എടാ, ഈ പറയുന്ന ഇന്ന് ഈ പറയുന്ന NDA എന്താണ് ചെയ്തത്? ഈ മുസ്ലിം വിരോധം ഇവരെല്ലാം പറയുന്നു. എത്രയോ മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയാസ് അല്ലേ ഇപ്പം MP മാരായിട്ട് ജയിച്ചോട്ട് വരുന്നത്. മുസ്ലിംസ് വോട്ട് ചെയ്യുന്ന ആരാ? NDAക്കാണ്. അവർക്കാർക്കും ഒരു പ്രശ്നവും ഇല്ല. കേരളത്തിൽ വരുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ തീവ്രവാദം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ പോസ്റ്റിംഗ് നടക്കുന്നത്. അറബ് രാജ്യങ്ങളൊക്കെ മോദിയുടെ ഫാൻസാണ്. അറബ് രാജ്യം ഉൾപ്പെടെയുള്ള മുഴുവൻ മോദിയുടെ ഫാൻസാണ്. അവരെല്ലാം ഭയങ്കര സപ്പോർട്ടീവാണ്. ഇത് അവരെല്ലാവരും എല്ലാ കാര്യത്തിലും എല്ലാവർക്കും സമ്പത്തുണ്ടാവണം, സുഖമായി ജീവിക്കണം, ജീവിത നിലവാരം കൂടുതൽ നല്ലതായിരിക്കണം. ഇതൊക്കെയല്ലേ എല്ലാവരുടെ ആവശ്യം. അല്ലാതെ ബോംബിട്ട് കളിക്കണമെന്നോ മറ്റവൻ്റെ എണ്ണം കുറയ്ക്കണമെന്നോ ഇവരെന്തോ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാത്ത കാര്യമാണ് സത്യത്തിൽ. അല്ല, ഞാൻ ചോദിച്ചാൽ അപ്പോൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ ഗൗരവമായി തന്നെ എടുക്കുന്നു? ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് എന്ത് വില കൊടുത്തും അടിച്ചൊതുക്കേണ്ട കാര്യം തന്നെ. കാര്യം ഈ ലോകത്ത് എവിടേക്ക് ഇത് ചെയ്തെടുത്തല്ല എന്താ അവസ്ഥ? സിറിയ എത്ര ബ്യൂട്ടിഫുൾ സ്ഥലമായിരുന്നു, എന്താ ഇപ്പോൾ അവസ്ഥ? ആർക്കാണ് നഷ്ടം? അപ്പുറത്ത് ലെബനൻ എത്രയോ നല്ല സ്ഥലമായിരുന്നു. അവിടേക്ക് ഈ അവസ്ഥയാക്കി വെച്ചിട്ട് എന്താ അവർക്ക് എന്ത് കിട്ടിയവർക്ക്? ഒരു കാര്യം വെച്ചിട്ട് അങ്ങ് ഈ ദുബായിലും മറ്റേ UAE-ലും ഒക്കെ എനിക്ക് ബിസിനസ് ഉള്ള ആളാണ്. പക്ഷെ അങ്ങൊരു മോദി BJP പ്രസ്ഥാനമായിട്ട് അതൊന്നും അവിടെ ഒന്നും പ്രശ്നമല്ലേ? അതൊന്നും ഒരിക്കലുമല്ല. അവിടെ എല്ലാവരും ഇതിന് സപ്പോർട്ടീവാണല്ലോ, എല്ലാവരും. ഞാനൊക്കെ ആണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോകത്തില്ല. ഇവരൊക്കെ എന്നെ ചീത്ത വിളിക്കുന്നത് കൊണ്ട് ഇനി വല്ല കള്ളക്കേസിലും കുടുക്കി അകത്താക്കിയാലോ എന്ന് ഓർത്തിട്ട് പോകത്തില്ല. ഗൾഫ് രാജ്യങ്ങളിൽ എന്താ അതിനകത്തൊരു കാര്യം, വളരെ നല്ല ലീഡേഴ്സും വളരെ വിഷനുള്ളവരും അവരെല്ലാവരും.
നമ്മളുടെ ഇവിടെ ഉള്ള ഇത് ബേസിക്കലി ആരാണ്? കേരളത്തിലുള്ള ന്യൂനപക്ഷമായിട്ടുള്ള കുറച്ച് ആളുകൾ. ഇതിപ്പോഴല്ല, പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ പിന്നെ ക്രിക്കറ്റിൽ നടക്കുമ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഒരു 10-20 വർഷം മുമ്പ് കോട്ടയത്ത് പാകിസ്ഥാൻ ജയിച്ചപ്പോഴത്തേക്ക്, ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ജയിച്ചപ്പം മിഠായി വിതരണം നടത്തുക. എന്ത് വികാരമാണ്! കാര്യം നമ്മളെല്ലാം ഇന്ത്യക്കാരല്ലേ, ഇത് സമുദായമാണോ പറയേണ്ടത്? ഇവിടെ ഇപ്പോൾ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും നമുക്ക് ഒരുപോലെ ജീവിക്കാനും ഒരുപോലെ തന്നെ നടക്കാനും ഒരുപോലെ തന്നെ വളരാനും ഒക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതല്ലേ നല്ലത്. ഇത് ആത്യന്തികമായി എല്ലാവർക്കും വേണ്ടത് എന്താണ്? നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യം വളരുക, നല്ലതായി പോവുക എന്നുള്ളതല്ലേ. ഇത് ചില ആളുകൾ ഉണ്ടാക്കുന്ന വെറും മൈനോറിറ്റി ഉണ്ടാക്കുന്ന വിഷയം കൊണ്ട് ഒരു സമുദായം മുഴുവൻ പ്രതിക്കൂട്ടി കയറുകയാണ്. ഇവരെന്താ അവർ വാദിക്കുന്നത് അവർക്ക് വേണ്ടി മൊത്തം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവരാരുടെയും സപ്പോർട്ടില്ല. കാര്യം അവർക്കാർക്കും മിണ്ടാനോ പറയാനോ ഉള്ള പ്ലാറ്റ്ഫോം ഇല്ല. അതുകൊണ്ട് ആരും മിണ്ടുന്നില്ല. ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവോ? അത് തീരുമാനിക്കുന്ന നരേന്ദ്രമോദിയാണ്. എന്നാലും അതും എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയം, അത്രയേ ഉള്ളൂ. ഞാൻ ഗുരുദേവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്, ഗുരുദേവ ഭക്തനാണ്. എന്തായാലും SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം, ഞാൻ ഈ ചെറിയൊരു അപേക്ഷ മാത്രമുള്ള അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ, കച്ചവടവും ബിസിനസ്സും എന്തും ആയിക്കോട്ടെ, SNDP എന്ന പ്രസ്ഥാനത്തിനും ഗുരുദേവൻ്റെ മഹത്വത്തിനും ഒന്നും സംഭവിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഗുരുദേവൻ മലയാളി അല്ലായിരുന്നെങ്കിൽ ലോകം ഗുരുവായേനെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മലയാളി കേരളത്തിൻ്റെയും ഒരു സമുദായത്തിൻ്റെയും ഒരു ഭിത്തിക്കുള്ളിൽ ഗുരുദേവനെ അങ്ങ് ഒതുക്കിയേക്കുവാണ്. അപ്പം അങ്ങ് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് അങ്ങ് ഈ ഗുരുദേവൻ്റെ മഹത്വം ലോകമെമ്പാടും എത്താൻ അങ്ങ് വഴി സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയാശംസകളും നൽകുന്നു. എല്ലാം നന്നായി വരട്ടെ.